പ്രിയപ്പെട്ട കുട്ടികളെ, സുപ്രഭാതം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ 2003 ചോദിച്ച ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ചോദ്യം ഇതാണ്: n ഒരു പൂർണ്ണസംഖ്യയാണെന്നിരിക്കട്ടെ, n 0-യേക്കാൾ വലുതാണെന്നും ഇരിക്കട്ടെ, 5n കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്നതും എല്ലാ അക്കങ്ങളും ഒറ്റ സംഖ്യകളുമായ ഒരു n അക്ക സംഖ്യ കണ്ടെത്താം എന്ന് തെളിയിക്കുക. ചോദ്യം ഞാൻ ആവർത്തിക്കാം. n ഒരു പൂർണ്ണസംഖ്യയാണെന്നിരിക്കട്ടെ, n 0-യേക്കാൾ വലുതാണെന്നും കരുതുക, 5n കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്നതും എല്ലാ അക്കങ്ങളും ഒറ്റ സംഖ്യകളുമായ ഒരു n അക്ക സംഖ്യ കണ്ടെത്താം എന്ന് തെളിയിക്കുക. ഇൻഡക്ഷൻ വഴിയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇത് തെളിയിക്കാൻ കഴിയുക. n = 1 എങ്കിൽ 5 എന്ന സംഖ്യ ചോദ്യകർത്താവിൻ്റെ നിബന്ധനകൾ പാലിക്കുന്നു എന്നത് വ്യക്തമാണ്. n = 2 എങ്കിൽ 75 എന്ന സംഖ്യ ചോദ്യകർത്താവിൻ്റെ നിബന്ധനകൾ പാലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? 75ൻ്റെ 2 അക്കങ്ങളും ഒറ്റ സംഖ്യകളാണ്. 75 5/2 കൊണ്ട്, അതായത് 25 കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്ന ഒരു സംഖ്യയാണ്. അടുത്ത n = m ചോദ്യകർത്താവിൻ്റെ വാദം ശരിയാണെന്നിരിക്കട്ടെ. അതായത് 5m കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്നതും എല്ലാ അക്കങ്ങളും ഒറ്റ സംഖ്യകളുമായ ഒരു m അക്ക സംഖ്യ ഉണ്ടെന്നിരിക്കട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. 5m കൊണ്ട് നിശ്ശേഷം ഹരിക്കാവുന്നതും എല്ലാ അക്കങ്ങളും ഒറ്റ സംഖ്യകളുമായ ഒരു m അക്ക സംഖ്യ ഉണ്ടെന്ന് സാരം. ആ m അക്ക സംഖ്യയെ ക്യാപിറ്റൽ N എന്ന് വിളിക്കുക. എന്നിലെ അക്കങ്ങൾ ഇടത്തു നിന്നും വലത്തോട്ട് A1 A2 എക്സെട്ര AM ആണെന്ന് സങ്കല്പിക്കുക. എന്നിലെ അക്കങ്ങൾ ഇടത്തു നിന്ന് വലത്തോട്ട് A1 A2 എക്സെട്ര AM ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അതിൽ നിന്ന് A1 A2 എക്സെട്ര AM എല്ലാം ഒറ്റ സംഖ്യകളാണെന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല n 5m ഒരു ഗുണിതവുമായിരിക്കും. അതായത് എന്നിനെ 5m × ക്യാപിറ്റൽ M എന്ന് വിളിക്കാം. ഇവിടെ ക്യാപിറ്റൽ M ഒരു പൂർണ്ണസംഖ്യയാണ്. അടുത്തതായി താഴെ പറയുന്ന 5 സംഖ്യകൾ കണക്കാക്കുക. 1 A1 A2 എക്സെട്ര AM, 3 A1 A2 എക്സെട്ര AM, 5 A1 A2 എക്സെട്ര AM, 7 A1 A2 എക്സെട്ര AM, 9 A1 A2 എക്സെട്ര AM. അതായത് A1 A2 എക്സെട്ര AM എന്ന സംഖ്യയുടെ ഇടതുവശത്ത് ആദ്യം 1 എന്ന അക്കം എഴുതി ചേർക്കുന്നു, അടുത്തത് 3 എന്നുള്ള അക്കം എഴുതി ചേർക്കുന്നു, അടുത്ത 5 എന്നുള്ള അക്കം എഴുതി ചേർക്കുന്നു, അടുത്ത 7 എന്നുള്ള അക്കം എഴുതി ചേർക്കുന്നു, അടുത്ത 9 എന്നുള്ള അക്കം എഴുതി ചേർക്കുന്നു. ഇവയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ m+1 അക്കങ്ങളുള്ള സംഖ്യകളാണ് എന്നത് വ്യക്തം. അതായത് ചോദ്യകർത്താവിൻ്റെ നിബന്ധനകൾ പാലിക്കുന്ന സംഖ്യകളാണ് അവയെന്നത് വ്യക്തം. ഇവയുടെ എല്ലാ അക്കങ്ങളും ഒറ്റ സംഖ്യകളാണ്. ആ നിബന്ധനയും, അതായത് ചോദ്യകർത്താവ് ഏർപ്പെടുത്തിയ 2 നിബന്ധനകളും ഈ 5 സംഖ്യകളും പാലിക്കുന്നുണ്ട്. ഇനി അടുത്തതായി എന്താണ് തെളിയിക്കേണ്ടത്? ഈ 5 സംഖ്യകളിൽ ഒരെണ്ണമെങ്കിലും 5m+1 കൊണ്ട് നിശ്ശേഷം ഹരിക്കപ്പെടും. ആദ്യത്തെ സംഖ്യയിലേക്ക് നോക്കൂ. 1 A1 A2 എക്സെട്ര AM, അത് സമം 1 × 10m പ്ലസ് ക്യാപിറ്റൽ N. അതുപോലെ 3 A1 A2 എക്സെട്ര AM, അത് 3 × 10m പ്ലസ് ക്യാപിറ്റൽ N. അങ്ങനെ 9 A1 A2 എക്സെട്ര AM എന്ന അക്കങ്ങളുള്ള സംഖ്യ എന്തായിരിക്കും? 9 × 10m പ്ലസ് ക്യാപിറ്റൽ N. അടുത്ത നാം തെളിയിക്കുന്നത് 2m പ്ലസ് ക്യാപിറ്റൽ M, 3 × 2m പ്ലസ് ക്യാപിറ്റൽ M, 5 × 2m പ്ലസ് ക്യാപിറ്റൽ M, 7 × 2m പ്ലസ് ക്യാപിറ്റൽ M, 9 × 2m പ്ലസ് ക്യാപിറ്റൽ M എന്നിവ മോഡുലോ 5 വെവ്വേറെയാണെന്നാണ് നാം തെളിയിക്കാൻ പോകുന്നത്. അപ്രകാരമല്ലെന്ന് കരുതുക. അതായത് ആൽഫ × 2m പ്ലസ് ക്യാപിറ്റൽ M കോൺട്രിബ്യൂവൻറ്റ് ബീറ്റ × 2m പ്ലസ് ക്യാപിറ്റൽ M മോഡ് 5. അതായത് ആൽഫ മൈനസ് ബീറ്റ × 2m 5ൻ്റെ ഗുണിതമാണ് അസാധ്യം. അപ്പോൾ ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? 2m പ്ലസ് ക്യാപിറ്റൽ M, 3 × 2m പ്ലസ് ക്യാപിറ്റൽ M, 5 × 2m പ്ലസ് ക്യാപിറ്റൽ M, 7 × 2m പ്ലസ് ക്യാപിറ്റൽ M, 9 × 2m പ്ലസ് ക്യാപിറ്റൽ M എന്നിവ മോഡുലോ 5 വെവ്വേറെയാണ്. അതുകൊണ്ട് ഇവയിൽ ഒരു സംഖ്യ 5ൻ്റെ ഗുണിതമായേ തീരൂ. അതായത് 11 എന്ന് പറഞ്ഞ സമവാക്യത്തിൽ നാം പറഞ്ഞിരിക്കുന്ന സംഖ്യകളിൽ ഒരു സംഖ്യയെങ്കിലും 5m+1 ഗുണിതമായേ തീരൂ. അതായത് n = m ചോദ്യകർത്താവിൻ്റെ വാദം ശരിയാണെങ്കിൽ n = m+1
ചോദ്യകർത്താവിൻ്റെ വാദം ശരിയായേ തീരൂ. ഇൻഡക്ഷൻ വഴി നാം ചോദ്യകർത്താവിൻ്റെ വാദം തെളിയിച്ചു കഴിഞ്ഞു എന്ന് സാരം. നന്ദി, നമസ്കാരം.